മുശ്രിക്കുകളുടെ മദ്ഹായിട്ട് 11 കാര്യം പറയാനാ വന്നത്. 11 കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ. 11 കാര്യം ഞാനിവിടെ നാദാപുരത്തിന്റെ മണ്ണിൽ വന്നിട്ട് അബൂജഹലിന്റെ മദ്ഹായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 11 ഞാൻ നാദാപുരത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടുന്നു, ഞാൻ ഖണ്ഡിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പേരോട് ഇളക്കുന്ന ഒരു ഇളക്കലുണ്ട്. അതൊന്ന് കേട്ടോളിൻ, ബാക്കി ഞാൻ പിന്നെ പറയാം. അബൂജഹലിന്റെ മദ്ഹായി മക്കയിലെ മുശ്രിക്കുകളെ മദ്ഹായി പറഞ്ഞ ഈ 11 കാര്യത്തെയും ഞാൻ നമ്പറിട്ട് ഗണ്ണിക്കുന്നു. നമ്പറിട്ട് ഗണ്ണിക്കണ്ട. കാരണം അബൂജഹലിന്റെ മദ്ഹായിട്ട് ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അബൂജഹലിന്റെ മദ്ഹ് പറയാൻ വന്നതോ? അബൂജഹലിന്റെ മദ്ഹായിട്ട് അബൂജഹലിന്റെ മദ്ഹാണ് പറഞ്ഞത് അബൂജഹലിന്റെ ആശയക്കാരന് തോന്നിയെങ്കിൽ ഞാനൊട്ട് ഉത്തരവാദിയല്ല, അതിനെനിക്ക് ഉത്തരവാദിത്തമില്ല. പക്ഷെ ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞതൊന്നും മുശ്രിക്കിന്റെ ബഹുമാനായിട്ട് പറഞ്ഞതുമല്ല. അവര് മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് തെളിയിക്കാനാണ് ഞാനത് പറഞ്ഞത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ ഈ 11 കാര്യം ഉണ്ടല്ലോ, ഇതൊക്കെ അംഗീകരിച്ചിട്ടും അറേബ്യൻ മുശ്രിക്കുകൾ കാഫിറായി പോയി, മുശ്രിക്കായി പോയി എന്ന് തെളിയിക്കാനാണ് ഞാനത് ഇവിടെ വെച്ച് പറഞ്ഞത്. അതല്ലാതെ അബൂജഹലിന്റെ ബഹുമാനം പറഞ്ഞതല്ല. അതല്ല നിങ്ങളുടെ പേരിൽ ബഹുമാനം എന്നാ പിന്നെ എന്താ? ഇയാളെന്ന് പറയണോക്കിൻ, ഞാൻ ഇവിടെ നാദാപുരത്ത് വന്നത് എന്തിനാ ഒന്ന് കൽപ്പിച്ചേ? ഞാൻ നാദാപുരത്ത് വന്നതിന്റെ താല്പര്യം എന്താണ് മൂപ്പരെന്ന് പറയുന്നത് കേട്ടോളി. അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപുരത്ത് വന്ന നിങ്ങള്, അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപുരത്ത് വന്ന നിങ്ങള്, അബൂജഹലിന്റെ ബഹുമാനം പറയാൻ വേണ്ടി നാദാപുരത്ത് വന്ന നിങ്ങള് നോക്കണം. നിങ്ങൾ ഞാനിവിടെ വന്നതെന്തിനാ? അബൂജഹലിന്റെ ബഹുമാനം പറയാൻ. മൂപ്പരിക്കൊരു പൂതിണ്ട്, മൗലവി അങ്ങ് അബൂജഹലിനെ മദ്ഹ് ചെയ്താ തരക്കടില്ല എന്നു, കാരണം എന്റെ നേതാവല്ലേ എന്ന് പറഞ്ഞിട്ടെങ്കിൽ അത് നടക്കൂല. പേരോടെ അതൊക്കെ അവിടെ വെച്ചോ. സർവ ആ രൂപത്തിലുള്ള കോട്ടിമാട്ടലുകൾ ഉണ്ടല്ലോ, അതൊക്കെ അവിടെ വെച്ചേക്ക്. കൃത്യമായിട്ട് വിഷയം സംസാരിക്ക്, ആരോപണം പറയാതെ അത് നിർത്തിവെക്കുക. അബൂജഹലിന്റെ മദ്ഹ് അത്ര പറഞ്ഞ്, എന്നാ ഞാൻ അബൂജഹലിന്റെ മദ്ഹായിട്ട് പറഞ്ഞതൊന്ന് കേൾപ്പിച്ചു കൊടുത്തേ. ഞാൻ അബൂജഹലിന്റെ മദ്ഹ് എന്തൊക്കെ പറഞ്ഞ് ഒന്ന് കേൾപ്പിച്ചേ. ഞാൻ തന്നെ പറയാം. അബൂജഹൽ മുഅ്മിൻ എന്ന് പറയുന്ന പട്ടികയിലേക്ക് ഒരിക്കലും കടന്നു വന്നിട്ടില്ല, ഫിർഔനും കടന്നു വന്നിട്ടില്ല. അവരൊക്കെ കടുത്ത മുശ്രിക്കുകളും കാഫിറുകളുമായി തന്നെയാണ് ജീവിച്ചത്. അങ്ങനെ തന്നെ ലഅനത്തിന് വിധേയമായ നിലക്ക്, ലഅനത്തുല്ലാഹി അലൈഹിം എന്ന് പറയാവുന്ന നിലക്ക്, ശാപകോപത്തിന് വിധേയരായ നിലക്ക് തന്നെയാണ് അവരൊക്കെ ഈ ലോകത്ത് നിന്ന് അവരുടെ ജീവൻ പോയത്. കണ്ടോ? ഇതാപ്പ മദ്ഹ്, അബൂജഹലിന്റെ മദ്ഹ് കേട്ടത്. ശാപകോപത്തിന് വിധേയനായി ലഅനത്തുല്ലാഹി അലൈഹി, ശാപത്തിന് വിധേയനായിട്ടാണ് അബൂജഹൽ ഈ ലോകത്തിന് ജീവൻ പോയത് എന്ന് പറയാ എന്റെ പ്രസംഗത്തിൽ. എന്നിട്ട് മൂപ്പര് ഇവിടെ വന്നിട്ട് പറയാം മൗലവി ഇവിടെ വന്നത് അബൂജഹലിന്റെ മദ്ഹ് പറയാനാണ്. അപ്പൊ പേരോടിന്റെ കണക്കിൽ മദ്ഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കാഫിർ എന്ന് വിളിക്കുക, മുശ്രിക്ക് എന്ന് പറയാ, അയാൾ മരിച്ചു പോയപ്പോ അള്ളാന്റെ ലഅനത്ത് കിട്ടിയിട്ട് അവിടുന്ന് ജീവൻ പോയത് എന്ന് പറയാ. ഇതൊക്കെയാണ് മദ്ഹ് അല്ലേ? നിങ്ങളൊക്കെ ഉസ്താദുമാരെങ്ങനെ മദ്ഹ് പറയല്? അതെ ആണോ? അപ്പൊ നിങ്ങളെ മദ്ഹ് ഒക്കെ എങ്ങനെ ആയിരിക്കും? ഞാൻ പറഞ്ഞ മദ്ഹ് ഇത് അബൂജഹലിന്റെ മദ്ഹ് ആണെങ്കിൽ അത് നിങ്ങളൊക്കെ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ മഹാന്മാരെ മദ്ഹ് പറയാറല്ലേ? അപ്പോ പേരോടെ പറയുമ്പോ ഒന്ന് സൂക്ഷിച്ചു പറയണം. മാത്രല്ല അബൂജഹൽ കാഫിർ തന്നെ എന്ന് വിവരിക്കുന്ന ആ ഭാഗം ഒന്നുകൂടെ കേട്ടോളൂ. ന്യായിയുള്ളവൻ പ്രസംഗിച്ചതാണ്. അബൂജഹൽ കാഫിർ തന്നെ, അബൂജഹൽ കാഫിറും മുശ്രിക്കുമാണ് എന്ന് പറയാനായി ഇവിടെ വന്നത്. അതോടൊപ്പം അത് പറയുന്നതിൽ എനിക്കുള്ള ലക്ഷ്യം എന്താണ്? അള്ളയാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ചിട്ടും, അള്ളാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവില്ല എന്ന് അംഗീകരിച്ചിട്ടും അബൂജഹൽ കാഫിറായിട്ടുണ്ട്, മുശ്രിക്കായിട്ടുണ്ട്. അതുകൊണ്ട് അത് തെളിയിച്ചു പറയുന്നവരൊന്ന് കേട്ടോളൂ. അപ്പൊ പേരോടിനെ നോണ മനസ്സിലാവും. അബൂജഹൽ അല്ലാഹുവിനെ ഖാലിഖാണ് റാസിഖാണെന്നൊക്കെ അംഗീകരിച്ചിട്ടും അവൻ മുശ്രിക്ക് തന്നെയാണ്, കാഫിർ തന്നെയാണ്. കാരണം എന്താ? അങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് മാത്രം ഈമാനാവില്ല, രക്ഷപ്പെടില്ല. മറിച്ച് അതേ അള്ളാഹുവിനെ തന്നെ ആരാധിക്കണം. അവൻ ആരാധനയിൽ മറ്റൊരാൾക്കും ഒരിടവും കൊടുക്കാൻ പാടില്ല എന്ന കൃത്യമായ വിശ്വാസം വേണം. അത് അബൂജഹലിനില്ല. ആ ഒരു സ്വഭാവത്തിലേക്ക് മുസ്ലിമീങ്ങളെ നിങ്ങൾ പോകരുത്. അബൂജഹലും അള്ളാഹനെ വിശ്വസിച്ചവനാണ്, ഏതർത്ഥത്തിൽ? ഖാലിഖാണ് റാസിഖാണ് എന്ന അർത്ഥത്തിൽ. പക്ഷേ അവന്റെ വിശ്വാസം കൊണ്ട് രക്ഷയില്ല കേട്ടോ. കാരണം അങ്ങനെയൊക്കെ അവൻ അംഗീകരിച്ചിട്ടും അവൻ മറ്റു പലരോടും പ്രാർത്ഥിച്ചവനാണ്, മറ്റു പലരെയും ആരാധിച്ചവനാണ്. അതുകൊണ്ട് അബൂജഹൽ മുശ്രിക്കാണ്, കഫിറാണ്. ആ അബൂജഹലിന്റെ പാതയിലേക്ക് ഓ മുസ്ലിമീങ്ങളെ നിങ്ങൾ പെട്ടുപോകരുത്. നിങ്ങൾ അബൂജഹലിനെ പോലെ ആകരുത്, നിങ്ങൾ അബൂജഹലിനെ പോലെ പടക്കരുത്, നിങ്ങൾ
റളിയല്ലാഹു അൻഹുവിനെ പോലെ മുസ്ലിമീങ്ങളാകൂ, മുഅ്മിനീങ്ങളാകൂ, മുവഹിദീങ്ങളാകൂ, സത്യത്തിന്റെ പാതയിലേക്ക് വരൂ. മക്കാ മുശ്രിക്കുകളെ പോലെ ആകാതെ മക്കാ മുസ്ലിമീങ്ങളെ പോലെ ആകൂ. ഇതാണ് സഹോദരന്മാരെ മുജാഹിദുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ അബൂജഹലിന്റെ മദ്ഹ, അബൂജഹലിന്റെ മദ്ഹായി. ഇനി പേരോടെന്നോട് പറഞ്ഞ, പേരോട് എന്നെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞില്ലേ 11 മദ്ഹാണ് സലഫി ഇവിടെ നാദാപുരത്ത് വന്ന് പറഞ്ഞത്. അത് 11 ഞാനിതാ ഗണ്ണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മൂപ്പർ എൻ്റെ പേരിൽ ഒരു 11 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ 11 എണ്ണത്തിനും പേരോടെ ഞാൻ മുമ്പേ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നമ്പർ അധികമാകാൻ വേണ്ടിയിട്ട് ഒന്നെന്നെ മൂപ്പർ 2 എണ്ണാക്കും. ഒന്ന് കേട്ടോളൂ. ഒന്ന് ഞാൻ എന്താ പറഞ്ഞത്? അബൂജഹലിന് ഈമാൻ ഉണ്ടായിരുന്നു. 2 എന്താ? മക്കാ മുശ്രിക്കുകളും അള്ളാഹുവിൽ വിശ്വസിച്ചവരാണ്. ഇത് 2 ഒന്ന് തന്നെയല്ലേ? മൂപ്പര് നമ്പർ ഇടുക. ഇനി 3-ാമത്തെ എന്താ? അള്ളാന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്. 4 എന്താ? അള്ളാഹുവാണ് റബ്ബെന്ന് അംഗീകരിച്ചവരാണ്. ഇതെന്താ?